ഏവർക്കും നമസ്കാരം. ഇന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു യാത്രയാണ്. തുറവൂര് മുതൽ അരൂര് വരെ കാറിലാണ്. ഇത് ഞാൻ മൊബൈലിലാണ് എടുക്കുന്നത്. ഇതിൽ ചില വിഷ്വലൊക്കെ പ്രശ്നങ്ങൾ കാണും, സദയം ക്ഷമിക്കുക. ഞാൻ എൻ്റെ കൂടെ ചിലരൊക്കെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ എന്നത് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 6 വരിപ്പാത, ഏറ്റവും വലിയ ഒരു എലിവേറ്റഡ് ഹൈവേ എന്ന ഒരു ബഹുമതി ഇത് തീരുമ്പോൾ ഇതിന് നേടും. അങ്ങനെ ഇവിടെ യാത്രയൊക്കെ ഇപ്പോൾ ദുസ്സഹമാണ്. പലപ്പോഴും പല ജംഗ്ഷനിലും ഇതിനിടയ്ക്കൊക്കെ ഉണ്ടാകുന്ന യാത്രാ ദുരിതങ്ങൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആകുമ്പോൾ നമ്മളതൊക്കെ ക്ഷമിച്ച് അതിന് സപ്പോർട്ട് ചെയ്ത് വേണം പോകാൻ. നമ്മുടെയൊക്കെ യാത്രയാണ് ഇന്ന്, റോഡിലെ യാത്രയാണ് ഏറ്റവും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിലേക്കുള്ള യാത്ര. ഇപ്പോൾ കേരളത്തിൻ്റെ NHൻ്റെ പണികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എലിവേറ്റഡ് ഹൈവേ എന്ന പരിപാടി കൊച്ചിയുടെ വികസനത്തിന്, പ്രത്യേകിച്ച് ചേർത്തല മുതലുള്ള വികസനത്തിന് ഒരു നാഴികക്കല്ലാവും. എന്നോടൊപ്പം ഉള്ളത് ഘടം വാദകൻ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണ സാറ്, അതുപോലെ മുതുകുളം ശ്രീരാഗ് മൃദംഗത്തിൻ്റെ ഒരു വാദകനാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്രോഗ്രാമിന് പോവുകയാണ് എറണാകുളത്തേക്ക്. അതുകൊണ്ട് ആണ് ഈ ഒരു കാറിൽ അപ്രതീക്ഷിതമായി ഉണ്ടായെന്ന് പറഞ്ഞ ഒരു യാത്ര. അപ്പോൾ എനിക്ക് ക്യാമറയോ ഗോപ്രയോ ഒന്നും എടുക്കാൻ പോലും പറ്റിയില്ല. ഞങ്ങൾക്ക് പ്രോഗ്രാമിന് അവിടെ എത്തണം. നമ്മുടെ ഈ റോഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2026 ഈ പ്രോജക്റ്റ് തീരുമെന്നാണ് പറയുന്നത്. സമർപ്പണം അന്നത്തേക്ക് നടന്നാൽ വലിയൊരു കാര്യമാണ് കേരളത്തിലെ ഒരു വികസനത്തിൻ്റെ. അത് പ്രത്യേകിച്ച് ആലപ്പുഴ ചേർത്തലയുടെ ഒക്കെ ഒരു വികസനം, കൊച്ചിയിലേക്കുള്ള ഒരു രാജപാത നമുക്ക് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഇതൊരു വലിയ സ്വപ്ന പദ്ധതി തന്നെയാണ്. വലിയ കൂറ്റൻ ക്രെയിനുകളും ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ, ഇതിൻ്റെ ചില അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പണികൾ മുന്നേറുകയാണ്. ഈ ഭാഗത്തൊന്നും ഗർഡറുകളൊന്നും സ്ഥാപിച്ചു തുടങ്ങിയിട്ടില്ല. എന്നാൽ തുറവൂർ മുതൽ വടക്ക് ഭാഗത്തോട്ടാണ് കൂടുതൽ നമ്മൾ പണികൾ കാണുന്നത്. ഗർഡറുകളൊക്കെ കൊണ്ടുവരുന്നത് തന്നെ വലിയ കൂറ്റൻ ലോറിയിലൊക്കെയാണ്. ഒരു ഗർഡറിൻ്റെ ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ലോറി. ഇതൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഒരു പ്രത്യേക കാഴ്ചയാണ്. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ആസ്വദിക്കണം. മറ്റൊരു നല്ല വീഡിയോ നമുക്ക് ഉടൻ തന്നെ വരുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നിങ്ങൾ കാണുക. ഈ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇടയ്ക്ക് ഞങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഉള്ളതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കണ്ടിന്യൂ പോകുന്ന ഒരു ഷൂട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഇവിടുത്തെ പൊടിയും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല.
പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ പോകുന്നവർ ഹെൽമറ്റും അതുപോലെ തന്നെ മാസ്കും ഒക്കെ ധരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ പണിയിൽ ഈ മഴയും നമ്മുടെ കാര്യമാർ ഈ വർഷം നല്ല രീതിയിൽ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അവർ മഴയും ഇതിനെ പണിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്.
നിങ്ങൾ ഇതുവരെ കണ്ടത് തുറവൂർ മുതൽ അരൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേയുടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ചെറിയ ചില കാഴ്ചകളാണ്. നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.